കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളും ഷെക്കീന ടി.വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറിയം കാലത്തിൻ്റെ അടയാളമാണ്. ഈ കാലഘട്ടത്തിൽ മറിയത്തെ പോലെ സ്വർഗത്തിൻ്റെയും കാലത്തിൻ്റെയും അടയാളമായി നിൽക്കുവാൻ മറ്റാരുമില്ല. സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സ്വർഗത്തിൻ്റെ സന്ദേശവാഹകയാണ് പരിശുദ്ധ കന്യക മറിയം. ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച് മനുഷ്യന് കാലഘട്ടത്തെ വിവേചിച്ചറിയുവാനുള്ള കൃപ സ്വർഗത്തിൽ നിന്നും പരിശുദ്ധ കന്യക മറിയം വാങ്ങിക്കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. നൂറ്റാണ്ടുകളായി ഇതുതന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യൻ ദൈവത്തിൽ നകന്ന് ലോകത്തിൻ്റെതായ വഴികളിലൂടെ കൂടുതൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വർഗമുണ്ട് എന്നും സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവുമൊക്കെ യാഥാർത്ഥ്യമാണെന്നും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്ക് എപ്പോഴും നമ്മൾ തയ്യാറായിരിക്കണമെന്നുമുള്ള സന്ദേശം പരിശുദ്ധ അമ്മ നമുക്ക് നൽകിക്കഴിഞ്ഞു. ഇനി ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ചില നിർണായകമായ ഇടപെടലുകൾ സംഭവിക്കുവാൻ പോവുകയാണെന്നും ആയതിനാൽ ലോക ചരിത്രത്തിൽ ദൈവത്തിൻ്റെ ചില നിർണായകമായ ഇടപെടലുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്നും ഇതുപോലെ ഒരു ശുദ്ധീകരണത്തിൻ്റെ ദൈവിക ഇടപെടൽ ഈ ലോകത്ത് സംഭവിക്കുവാൻ സമയമായി എന്നും പരിശുദ്ധ അമ്മയുടെ ഈ കാലഘട്ടത്തിലെ നിർണായകമായ സന്ദേശങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നോഹയുടെ കാലത്ത് നമുക്കറിയാം ലോകം അത്രമാത്രം തിന്മ നിറഞ്ഞപ്പോൾ ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി മനുഷ്യൻ കരുതിയപ്പോൾ പാപത്തിൻ്റെയും മ്ലേച്ഛതകളുടെയും പുറകെ മനുഷ്യൻ ഓടി നടന്നപ്പോൾ ഒരു ശുദ്ധീകരണം നോഹയുടെ കാലത്ത് സംഭവിച്ചു. പ്രളയമുണ്ടായി ലോകത്തെ പൂർണ്ണമായും ശുദ്ധീകരിച്ചത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് കരുതുവാനായിട്ട് സാധിക്കും. ഇതുപോലെ തിന്മ പെരുകുമ്പോൾ, തിന്മ നിറയുമ്പോൾ ഒരു സ്വർഗീയ ഇടപെടൽ അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ലോകത്ത് ഇനിയും ഒരു ശുദ്ധീകരണം ദൈവം നടത്തുവാനുള്ള സാധ്യതയെക്കുറിച്ചാണ് പരിശുദ്ധ അമ്മ കാലഘട്ടത്തിൻ്റെ അടയാളമായി നമുക്ക് മുൻപിൽ നിന്നുകൊണ്ട് പ്രവചിക്കുക. എന്തിനു വേണ്ടി? ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സു തളരാതെ നിത്യരക്ഷയെ ലക്ഷ്യമാക്കി നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ ഇപ്പോഴേ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് കാലത്തിൻ്റെ അടയാളമായ പരിശുദ്ധ അമ്മ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. അതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ
ഈ സന്ദേശങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. നാജുവിൽ, സൗത്ത് കൊറിയയിലെ നാജുവിൽ പരിശുദ്ധ അമ്മ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടത്. ഇനി ഈ എപ്പിസോഡിലും പരിശുദ്ധ അമ്മയുടെ നാജുവിലുള്ള വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ നാം കാണുവാൻ പരിശ്രമിക്കുകയാണ്. പരിശുദ്ധ അമ്മ നാജുവിൽ ഇപ്രകാരം നമ്മോട് ആവശ്യപ്പെട്ടു, മക്കളെ, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം. അതിനുശേഷം പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടു, മക്കളെ, നിങ്ങൾ സഭയിലേക്ക് തിരിയണം. സഭയെ നിങ്ങൾ ഗൗരവമായി എടുക്കണം. സഭാ പ്രബോധനങ്ങൾ നിങ്ങൾ നെഞ്ചിൽ സ്വീകരിക്കണം. സഭയ്ക്കെതിരായ പ്രവർത്തനങ്ങൾ നിങ്ങൾ മാറി നിൽക്കണം. ഒറ്റക്കെട്ടായി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സഭയ്ക്കെതിരായി നിലകൊള്ളുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും പ്രസ്ഥാനങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിന്ന് അവയെ ഒറ്റപ്പെടുത്തണം. സഭ യേശുക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണെന്നും സഭയുടെ ശിരസ് യേശുക്രിസ്തുവാണെന്നുമുള്ള തിരിച്ചറിവ് പരിശുദ്ധ അമ്മ നൽകുമ്പോൾ സഭയെ ശിഥിലമാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളെയും നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തണമെന്നും പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ സഭയെ എത്രമാത്രം ഗൗരവമായി നമ്മൾ എടുക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. സഭയ്ക്കുള്ളിൽ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില അംഗീകരിക്കാൻ പറ്റാത്ത പ്രവർത്തനങ്ങൾ തിരിച്ചറിയുകയും ദുർമാതൃകകളും ദുഷ്പ്രേരണകളും നൽകുന്ന ചില കാര്യങ്ങൾ സഭാ സംവിധാനങ്ങളിൽ കാണുകയും ചെയ്യുമ്പോൾ മനസ്സ് തളരാതെ അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് സഭയ്ക്ക് വേണ്ടി, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കണമെന്നുള്ള സന്ദേശം കൂടിയ പരിശുദ്ധ അമ്മ നാജുവിൽ നമുക്ക് നൽകുക. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 53-ഉം 54-ഉം തിരുലിഖിതങ്ങൾ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് നിത്യരക്ഷ ഉണ്ടായിരിക്കുകയില്ല. മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവും പരികർമ്മം ചെയ്യുന്നത് സഭയുടെ കൂദാശയായ വിശുദ്ധ കുർബാനയിലാണ്. ഏറ്റവും വലിയ കൂദാശ വിശുദ്ധ കുർബാനയാണെന്ന് നമുക്കറിയാം. വിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ടുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവും സ്വീകരിക്കുന്ന ആ കർത്താവിൻ്റെ തിരുശരീരങ്ങൾ സ്വീകരിച്ച് ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന സഭാമക്കളായി നമ്മൾ മാറണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓൺലൈൻ കുർബാനകളൊക്കെ കണ്ടതിന് ശേഷം പലരും പള്ളിയിൽ പോയി വിശുദ്ധ ബലി അർപ്പിക്കാൻ മടിച്ചു നിൽക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗം നൽകിയിരിക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ പോഷണമാണ് കർത്താവിൻ്റെ തിരുശരീരവും രക്തവും. സാധിക്കുമ്പോഴെല്ലാം ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി ചിന്തിയ ആ തിരുരക്തം, നമുക്ക് വേണ്ടി കീറിമുറിക്കപ്പെട്ട ആ തിരുശരീരം, അതുതന്നെയാണ് സഭയിൽ വിശുദ്ധ കുർബാന മധ്യേ നമ്മളുമായി ദൈവം പങ്കുവെച്ച് നൽകുക. അതുകൊണ്ട് വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, ഈ വർഷങ്ങളിൽ ഈശോയുടെ തിരുശരീരവും രക്തവും യോഗ്യതയോടുകൂടി പാപമില്ലാതെ സ്വീകരിച്ച് നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിച്ച് നിത്യരക്ഷ അവകാശമാക്കി മാറ്റുവാൻ യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിലൂടെ തന്നെ നമ്മോട് ഉദ്ബോധിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അത് ഏറ്റെടുത്ത് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സഭയുടെ കൂദാശകളെ ഗൗരവമായി എടുത്ത് അനുഗ്രഹം പ്രാപിക്കണമെന്ന്. സ്നേഹമുള്ള സഹോദരങ്ങളെ, വീണ്ടും നാജുവിലൂടെ പരിശുദ്ധ അമ്മ നൽകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശമാണ്, നിങ്ങളുടെ കുടുംബങ്ങളെ ഐക്യത്തിലും സ്നേഹത്തിലും ഒന്നിപ്പിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, കുടുംബങ്ങളെ തകർക്കുവാൻ
പല ശക്തികളും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങൾ ഛിന്ന ഭിന്നമാകുവാൻ അനുവദിക്കരുത്. മാതാപിതാക്കളും മക്കളും ഒന്നു ചേർന്ന് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശം ഗൗരവമായി എടുത്തെങ്കിൽ മാത്രമേ കുടുംബത്തെ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, എഫെസോസിന് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ ഇപ്രകാരം മക്കളോട് ദൈവം പറയുന്നുണ്ടല്ലോ, ഈ ലോകത്ത് നിനക്ക് ദീർഘകാലം ജീവിക്കുന്നതിനും നിനക്ക് നന്മ കൈവരുന്നതിനും വേണ്ടി നിൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുക. എഫെസോസിൻ്റെ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, മക്കളെ, നിങ്ങൾക്ക് ഈ ലോകത്ത് ദീർഘകാലം ജീവിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കുവാൻ, നിങ്ങൾ ജീവിക്കുന്ന അത്രയും കാലം നന്മ നിങ്ങളുടെ ജീവിതങ്ങളിൽ കടന്നു വരുവാൻ, കൈവരിക്കുവാൻ സ്വർഗം നൽകുന്ന എളുപ്പ വഴിയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക, അനുസരിക്കുക എന്നുള്ളത്. ഇതാണ് പരിശുദ്ധ അമ്മ നാജുവിൽ നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം. കുടുംബങ്ങൾ, മാതാപിതാക്കൾ, മക്കൾ ഒന്നു ചേർന്ന് അനുസരണത്തോടും വിധേയത്വത്തോടും സ്നേഹത്തോടും കൂടി പടുത്തുയർത്തണം. ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുങ്ങൾക്കൊക്കെ അല്പം പ്രായമായി കഴിയുമ്പോൾ മാതാപിതാക്കളോട് മറുതലിച്ചു നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ചില വ്യക്തികളുമായുള്ള ചില പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് കഴിയുമ്പോൾ മാതാപിതാക്കൾ പറയുന്നത് കാര്യങ്ങൾ ഗൗരവമായി എടുക്കാൻ സാധിക്കാതെ ഞാൻ പ്രണയിച്ച അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ വാക്കുകൾ മാത്രം എൻ്റെ ജീവിതത്തിൽ വാക്കുകൾക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന യുവജനങ്ങളുണ്ട്. ചില യുവജനങ്ങളുമായി സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ സത്യം ഇപ്രകാരമാണ്, വർഷങ്ങളായി തന്നെ കാത്ത് പരിപാലിച്ച് സംരക്ഷിച്ച് എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന മാതാപിതാക്കളെ ഏതോ ഒരു വ്യക്തി, ഒരു യുവാവ് ഒരു യുവതിയുമായി ഒരു പ്രണയത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ഈ മാതാപിതാക്കളെ വിസ്മരിച്ച് അവരെ വേദനിപ്പിച്ച് താൻ ഏതാണ്ട് 1 വർഷം മാത്രം പരിചയമുള്ള ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മാതാപിതാക്കളെ മാറ്റി നിർത്തി മുന്നോട്ട് പോകുന്ന യുവതി യുവാക്കന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ഇവർ തിരിച്ചറിയണം, അത് നന്മയ്ക്കുള്ള വഴിയല്ല. സ്വർഗം നമ്മോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾക്ക് ഈ ലോകത്ത് ദീർഘകാലം ജീവിക്കുന്നതിനും നന്മ കൈവരുന്നതിനും മാതാപിതാക്കൾ നിങ്ങൾ അനുസരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചറിയുന്നത് ഇപ്പോൾ നമുക്ക് ചുറ്റും, നമ്മുടെ കുടുംബത്തിന് ചുറ്റും സാത്താൻ വെച്ചിരിക്കുന്ന വലിയ കെണികളുണ്ടെന്നുള്ള സത്യമാണ്. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, പല സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഗൗരവം നമ്മൾ ഒരുപക്ഷെ എടുക്കാൻ സാധ്യതയില്ല. എന്നാൽ തിരിച്ചറിയണം, ഇത് സാത്താൻ വെച്ചിരിക്കുന്നൊരു കെണിയാണ്. ഏതെങ്കിലും പെൺകുട്ടികളോ ആൺകുട്ടികളോ, പ്രിയമുള്ള സഹോദരങ്ങളെ, ലവ് ജിഹാദിൻ്റെ ഏജൻറ്റുമാർ നിങ്ങളെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഇടുമ്പോൾ, നിങ്ങളെ ഏതെങ്കിലും ആകർഷണങ്ങളിലേക്ക് നയിക്കുമ്പോൾ തിരിച്ചറിയണം, ഇത് വഞ്ചനയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പാണ്, നിങ്ങളെ ചതിക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ്. അതുകൊണ്ട് ലവ് ജിഹാദിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും ഏജൻറ്റുകളെയും നിങ്ങളുടെ സ്കൂളുകളിലും ക്യാമ്പസുകളിലും നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഇവരുമായി ഒരു സൗഹൃദത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. അകറ്റി നിർത്തേണ്ട തിന്മയെ അകറ്റി നിർത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇത് വർഗീയതയല്ല, ഇത് സംരക്ഷണമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര കുട്ടികളാണ് ഇതുപോലെയുള്ള തെറ്റിലേക്ക് കടന്നുപോയി ഇന്ന് ദുഃഖിക്കുന്നത്. നാർക്കോട്ടിക് ജിഹാദ്, പ്രിയമുള്ളവരെ, ഇന്ന് നാർക്കോട്ടിക് ജിഹാദിന് പറയുന്ന പല യുവതി യുവാക്കന്മാരെ പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ കാണുന്ന സത്യം എന്താണ്? ഒരു മതവിഭാഗത്തിൽപ്പെട്ട യുവാക്കന്മാർ, എന്നാൽ ആ മതവിഭാഗത്തിൽ അല്ലാത്ത മറ്റു മതസ്ഥരായ യുവതികളെയാണ് ഈ നാർക്കോട്ടിക് ജിഹാദിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സത്യമല്ലേ? ഇതാണ് പരിശുദ്ധ അമ്മ പറയുക, നിങ്ങൾ മാതാപിതാക്കളെ അനുസരിച്ച്
കുടുംബത്തെ പടുത്തുയർത്തണം, മാതാപിതാക്കൾ ചേർന്ന് നിൽക്കണം. സ്കൂളിലും കോളേജുകളിലും നിങ്ങളുടെ മേൽ സ്നേഹം നടിക്കുന്ന ചില വ്യക്തികളുടെ പുറകെ പോയി അപകടങ്ങളിൽ പോയി ചാടരുത് എന്നുള്ള സന്ദേശവും പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഓരോ കുടുംബങ്ങളെയും സാത്താൻ നോട്ടമിട്ടിരിക്കുന്നുവെന്നും സാത്താൻ്റെ ഏജൻറ്റുമാർ ഓരോ കുടുംബത്തിന് ചുറ്റും കുടുംബങ്ങളെ തകർക്കുവാൻ ഓടി നടക്കുന്നുണ്ടെന്നുമുള്ള സത്യം എല്ലാ കുടുംബാംഗങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഒന്നിച്ച് ഐക്യത്തോടെ ഒരു കുടുംബത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടും. അത് ശിഥിലമാകാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങളെ കാത്ത് പരിപാലിക്കുവാൻ സാധിക്കും. ഇത് കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്വമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് പരിശുദ്ധ അമ്മ നാജുവിൽ നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശം. ഇനി അടുത്തതായി പരിശുദ്ധ അമ്മ പറയുന്നു, അബോർഷൻ എന്ന കൊടിയ പാപം ഈ ലോകത്തെ കാർന്നു തിന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ അബോർഷനെതിരായി നിലനിൽക്കുകയും അബോർഷൻ എന്ന കൊടിയ പാപം ഈ ലോകത്തു നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അബോർഷൻ ഇന്ന് ലോകത്തെ മുഴുവനും കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല രാജ്യങ്ങളും, നമ്മുടെ ഇന്ത്യ പോലും അബോർഷൻ എന്ന കൊടിയ പാപത്തെ നിയമവൽക്കരിച്ചിരിക്കുകയാണ്. ഇന്ന് ഏത് രാജ്യങ്ങളിലും അബോർഷൻ എന്ന കൊടിയ പാപം അത് നിയമാനുസൃതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എത്രമാത്രം വലിയ വിപത്താണ് ഈ പാപത്തിലൂടെ ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും നാം മനസ്സിലാക്കണം. ഇതാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശം. അമ്മ ഈ സന്ദേശം നൽകി കഴിഞ്ഞപ്പോൾ നാജുവിലെ ജൂലിയാക്കിം എന്ന് പറയുന്ന വീട്ടമ്മ തൻ്റെ സഹനങ്ങളെല്ലാം അബോർഷൻ എന്ന പാപത്തിനെതിരായി ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ തുടങ്ങി. അങ്ങനെ സ്വന്തം ശരീരത്തിൽ പല രീതിയിലുള്ള സഹനങ്ങൾ ഏറ്റെടുത്ത്, വേദനകൾ ഏറ്റെടുത്ത് ഈ വീട്ടമ്മ അബോർഷനെതിരായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഇന്ന് ലോകം മുഴുവനുമുള്ള സഭാമക്കൾ നമ്മൾ ഓരോരുത്തരും നിലകൊള്ളേണ്ടത് അബോർഷൻ എന്ന കൊടിയ പാപത്തിനെതിരായിട്ടാണ്. ഈ അബോർഷൻ എന്ന കൊടിയ പാപം ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെയ്യുവാനുള്ള ഒരു സാധ്യത നമ്മൾ കണ്ടാൽ, മനസ്സിലാക്കിയാൽ ഉടനെ നമ്മൾ കടന്നു ചെന്ന് അവരോട് സംസാരിക്കണം. ഉദരത്തിലുള്ള കുഞ്ഞിനെ വളർത്തുവാനും ആ ജീവനെ ബഹുമാനിക്കുവാനും നമ്മൾ അവരെ സഹായിക്കണം. അങ്ങനെ അബോർഷൻ എന്ന കൊടിയ പാപത്തിലേക്ക് കടന്നു വരുവാനുള്ള സകല സാധ്യതകളും നമ്മുടെ ഇടപെടലിലൂടെ അടയ്ക്കപ്പെടണം. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്, നമ്മൾ അബോർഷൻ എന്ന കൊടിയ പാപം ഈ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള സന്ദേശം. പ്രാർത്ഥിക്കുകയും അബോർഷനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഇനി ഈ ലോകത്ത് ഒരബോർഷൻ പോലും സംഭവിക്കാതിരിക്കുവാൻ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ സ്വർഗം വേദനിക്കുന്ന ഈ വലിയ പാപം ഈ ലോകത്തു നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുവാൻ നമ്മൾ നമ്മുടേതായ രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട സന്ദേശമാണ് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുക. ഇനി അടുത്തതായി പരിശുദ്ധ അമ്മ പറയുന്നു, മക്കളെ, നിങ്ങൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാർപ്പാപ്പയാണ് ഈ ലോകത്തിൽ സഭയെ നയിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന സഭയുടെ തലവൻ, പത്രോസിൻ്റെ പിൻഗാമി. അതുകൊണ്ട് ദൈവിക കാര്യങ്ങൾ ഈ ലോകത്ത് പരികർമ്മം ചെയ്യുന്ന സഭയെ സ്വർഗത്തിൻ്റെ ദർശനപ്രകാരം മുന്നോട്ട് നയിക്കുവാനുള്ള ശക്തിയും ബലവും മാർപ്പാപ്പയ്ക്ക് ലഭിക്കണം. എല്ലാ സഭാമക്കളുടെയും
ഒരു ഉത്തരവാദിത്തമാണ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുന്ന, മക്കളെ, നിങ്ങൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ മാർപ്പാപ്പയെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തണം. മാർപ്പാപ്പ റോമിലായിരിക്കുന്നത്, ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചാൽ എന്താ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കരുത്. സഭാമക്കൾ ഓരോരുത്തർക്കും മാർപ്പാപ്പയുമായൊരു ബന്ധമുണ്ട്. കാരണം സഭയെ നയിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന നമ്മുടെ ഇടയനാണ് മാർപ്പാപ്പ. ആയതിനാൽ മാർപ്പാപ്പയെ സ്നേഹിക്കണം. മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെയൊക്കെ സഭയിൽ, ഞാൻ ഡോൺ ബോസ്കോ സഭയിൽ അച്ഛനാണ്, ഞങ്ങളുടെ സഭയിൽ എല്ലാ ദിവസവും ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഒരു പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും. അത് സഭയുടെ ഒരു പാരമ്പര്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്രകാരം പാരമ്പര്യമുണ്ട്. മാർപ്പാപ്പയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും എന്തെങ്കിലും പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അത് നമ്മൾ തുടർന്നു കൊണ്ട് പോകണം. കാരണം മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും ദൈവം സ്വർഗത്തിൽ വിലയുള്ളതായി കാണും. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുതന്നെയാണ് പരിശുദ്ധ കന്യകാമറിയം നാജുവിലും ആവശ്യപ്പെട്ടിരിക്കുക. നിങ്ങൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അടുത്തതായി പരിശുദ്ധയമ്മ പറയുന്നു, നിങ്ങൾ ലോകത്ത് സമാധാനം സൃഷ്ടിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ലോകത്ത് ചില സംഘടനകൾ, ചില മതങ്ങൾ, ചില വ്യക്തികൾ ലോകസമാധാനം തകർക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധയമ്മ ആവശ്യപ്പെടുക, നമ്മൾ ക്രൈസ്തവർ എവിടെയാണെങ്കിലും ആ രാജ്യത്ത്, ആ സ്ഥലത്ത് സമാധാനത്തിൻ്റെ വക്താക്കളായി ജീവിക്കുകയും സമാധാനം സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ലോക സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ തമ്മിലടിച്ചും വഴക്കടിച്ചും കഴിയേണ്ടവരല്ല. നമ്മൾ ലോകത്ത് സമാധാനം സ്ഥാപിക്കുവാനുള്ള വക്താക്കളായി ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ നാജുവിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്, മക്കളെ, നിങ്ങൾ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള സന്ദേശം. അടുത്തതായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ്, നിങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ബഹുമാനിക്കുകയും നിങ്ങളുടെ സൗഹൃദം അവരുമായി പങ്കിടുകയും ചെയ്യണം എന്ന് പരിശുദ്ധ അമ്മ നാജുവിൽ സന്ദേശം നൽകുന്നു. നമുക്കറിയാം, വൈദികർ ആത്മീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. വൈദികർ യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടവരാണ്. വൈദികർ പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധിയും ധർമ്മവും അതിൻ്റെ പൂർണ്ണതയിൽ കാത്തു പരിപാലിക്കേണ്ടവരാണ്. വൈദികർ മറ്റൊരു ക്രിസ്തുവായി ഈ ലോകത്ത് ജീവിക്കേണ്ടവരാണ്. ആയതിനാൽ ഈ വലിയ ഉത്തരവാദിത്വം, മറ്റൊരു ക്രിസ്തുവായി മാറുവാനുള്ള ഈ വലിയ ഉത്തരവാദിത്വം, ആത്മാക്കളെ നേടുവാനുള്ള ഉത്തരവാദിത്വം കയ്യിലെടുത്തുകൊണ്ടാണ് വൈദിക ജീവിതത്തിൽ വൈദികർ മുന്നോട്ട് പോവുക. ആ കരങ്ങളെ പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെടുത്തണം. പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നു. കാരണം ഒരു വൈദികനെതിരെ തിന്മ ഓടി നടക്കും. സാത്താൻ എങ്ങനെയെങ്കിലും ഒരു വൈദികനെ, ഒരു സമർപ്പിതയെ വീഴിക്കാൻ ഓടി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ദൈവവിളിയിൽ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ആ പൗരോഹിത്യ ശുശ്രൂഷയിൽ ദൈവകൃപയിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഓരോ വൈദികനും സ്വീകരിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ, വൈദികരെ സ്നേഹിച്ച് അവരെ ബഹുമാനിച്ച് നമ്മുടെ സൗഹൃദം അവർക്ക് പങ്കുവെച്ച് പ്രാർത്ഥനയിൽ അവരെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്ന് പരിശുദ്ധ അമ്മ നാജുവിൽ സന്ദേശം നൽകുന്നു. അടുത്ത പരിശുദ്ധ അമ്മയുടെ സന്ദേശമാണ്, ദൈവിക കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രഥമ സ്ഥാനം നൽകണം. ദൈവിക കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം നൽകുക. ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അങ്ങനെ ദൈവത്തിന് സമർപ്പിതരായ മക്കളായി ഈ ലോകത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. പ്രിയമുള്ളവരെ, സങ്കീർത്തന പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു,
ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ അംഗീകരിക്കുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുകയാണ്. നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും ദൈവത്തിന് നിങ്ങളെ കാണാനായിട്ട് സാധിക്കും. ദൈവം നിങ്ങളെ നോക്കുമ്പോൾ ദൈവം അന്വേഷിക്കുന്ന ഒറ്റ കാര്യമാണ്, നീ ദൈവത്തെ അന്വേഷിക്കുന്ന വിവേകിയാണോ എന്ന് മാത്രം. അതാണ് പരിശുദ്ധമ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകി മുന്നോട്ട് പോകണം എന്ന്. പരിശുദ്ധ അമ്മയുടെ നാജുവിലെ പ്രസക്തമായ മറ്റൊരു സന്ദേശമാണ്, മക്കളെ നിങ്ങൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളത്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് അമ്മ കൂട്ടിച്ചേർത്തു, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുദിന സഹനങ്ങളുണ്ട്. ഈ അനുദിന സഹനങ്ങൾ എന്നോട് ചേർന്ന് നിന്ന് നമുക്കൊന്ന് ചേർന്ന് ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ സഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ എല്ലാ സഹനങ്ങളും പാഴാക്കി കളയരുതെന്ന് പരിശുദ്ധയമ്മ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ സഹനങ്ങളെല്ലാം നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് ഈശോയുടെ പീഡാസഹനത്തോട് സമർപ്പിക്കുക. എന്നിട്ട് ലോകമെമ്പാടുമുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുക. ഇത് സ്വർഗത്തിൻ്റെ സന്ദേശമാണ്. അനുദിന ജീവിതത്തിൻ്റെ സഹനങ്ങൾ നമ്മൾ പഴിച്ചും പഴിചാരിയും പാഴാക്കിക്കളയാതെ അത് ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഈശോയുടെ പീഡാസനത്തോട് ചേർത്ത് വെച്ച് കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റണമെന്ന് പരിശുദ്ധ അമ്മ സൗത്ത് കൊറിയയിൽ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്തതായി പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥന അധര വ്യായാമമായി മാറാതെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകളാണ് ദൈവസന്നിധി ഉയർത്തേണ്ടതെന്നും ആ പ്രാർത്ഥനകളിലാണ് ദൈവം ഇടപെടുന്നതെന്നും പരിശുദ്ധ അമ്മ സന്ദേശം നൽകുന്നു. നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ഉറക്കം തൂങ്ങിയും അലസതയിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാകാതെ തീഷ്ണതയോടുകൂടി നമ്മുടെ ദൈവസന്നിധിയിൽ ദൈവത്തോടുള്ള ഒരു സംഭാഷണമായിരിക്കട്ടെ നമ്മുടെ ഓരോ പ്രാർത്ഥനയുടെ നിമിഷങ്ങളും. ഈ രീതിയിൽ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകും. ഇല്ല എങ്കിൽ അതൊരു അധര വ്യായാമമായി മാറുമെന്നും പരിശുദ്ധ അമ്മ സന്ദേശം നൽകുന്നു. ഇനി വീണ്ടും അമ്മ പറഞ്ഞു, എൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കണം. ഇത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. അമ്മയുടെ സന്ദേശങ്ങൾ നമ്മുടെ ഉള്ളിൽ മാത്രം ഇരിക്കാനുള്ളതല്ല, അത് നമ്മൾ ലോകത്ത് പ്രചരിപ്പിക്കണം. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളിലൂടെ എത്തപ്പെടണം. അമ്മയുടെ സന്ദേശങ്ങൾ അനേകരെ അറിയണം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സന്ദേശവാഹകരായി സ്വർഗത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ട് സഭയെയും സഭാ നേതൃത്വത്തെയും വൈദികരെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ട് സഭയുടെ ഉത്തമ മക്കളായി ജീവിക്കുവാനുള്ള കൃപ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.